പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മുടെ രസമാണ്. എന്ത് രസം അറിയോ? മുതിര കൊണ്ടുള്ള രസം. മുതിര വറുത്ത് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. നമുക്ക് അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇനി തയ്യാറാക്കുന്ന വിധം: നമ്മുടെ മിക്സിയുടെ ജാറിൽ ചെറിയ ജീരകം, കുരുമുളക്, വറ്റൽമുളക്, പച്ചമല്ലി ഉണ്ടെങ്കിൽ വറുത്തത് ഇടുക. പച്ചമല്ലി ഇല്ലാത്തതുകൊണ്ട് മല്ലിപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതേ മിക്സിയിൽ തന്നെ നമ്മുടെ വെളുത്തുള്ളി, കരിയാപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ അതേ പാനിൽ തന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച മുതിരി ഒന്ന് അടിച്ചെടുക്കുക. പുളിവെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ചെടുക്കേണ്ടത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുതേ. നമുക്ക് 1K ഇനി കുറച്ച് സബ്സ്ക്രൈബർ ആവശ്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. ഇനി നമുക്ക് നമ്മുടെ ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ വെച്ച് അതിലേക്ക് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഉള്ളി, വെളുത്തുള്ളി അതെല്ലാം ഇട്ട് നല്ലോണം വഴറ്റുക. അതേ ഇതിൽ തന്നെ നമ്മൾ തക്കാളി ഇട്ട് നല്ലോണം വഴറ്റിക്കൊണ്ടിരിക്കുക. തക്കാളിയിലൊന്ന് വഴറ്റിയതിന് ശേഷം ലേശം മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ട് നിലയ്ക്ക് നമ്മുടെ മല്ലിപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. പച്ചമണം മാറുന്നവരെ വറുത്തെടുക്കുക. പിന്നെ നേരത്തെ പൊടിച്ച് വെച്ച കുരുമുളകും വറ്റൽമുളകും അതിലേക്കിട്ട് നല്ലോണം വറുത്തെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ച ഇത് നമ്മുടെ കായപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മുതിര വെള്ളം അതിലേക്ക് ഒഴിക്കുക. അത് ഒഴിച്ചതിന് ശേഷം ആവശ്യാനുസരത്തിന് ഉപ്പിടുക. നല്ലോണം തിളച്ചതിന് ശേഷം മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മല്ലിച്ചപ്പ് ഇടാം. എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ മല്ലിച്ചപ്പ് ഇട്ടിട്ടില്ല. ആവശ്യാനുസരിച്ച് ഉപ്പ്, എരിയെല്ലാം നോക്കി ഞങ്ങൾ ഉപയോഗിക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ മുതിര രസം.